ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചയം ബ്രൂഹിതന്മേ ശിഷ്യസ്യാഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ 15ാമത്തെ ശ്ലോകം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് 16 തൊട്ട് 20 വരെയുള്ള 5 ശ്ലോകങ്ങളാണ് ചിന്തിക്കേണ്ടത്. പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനേ ജ്ഞേയച ഹൃദി സംസ്ഥിതേ ലപ്ത ശാന്തിം പതേ ദേഹേ ന യോഗോ നൈവ ധാരണ. യോ വേദൗ സ്വരപ്രോക്ത വേദാന്തേച പ്രതിഷ്ഠിത തസ്യ പ്രകൃതിലീനസ്യ യ പര സ മഹേശ്വര. നാവാനർത്തി തു ഭവേൽ താവൽ യാവൽ പാരം ന ഗച്ഛതി ഉത്തീർണേ ച സരിൽ പാരേ നാവായ കിം പ്രയോജനം. ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തൽപര പലാലമിവി ധ്യാനാർത്ഥി ത്യജേൽ ഗ്രന്ഥമശേഷത. ഉൽക്കാകസ്തതോ യഥാകാലം ദ്രവ്യമാലോക്യ താം ത്യജേൽ ജ്ഞാനേന ജ്ഞേയമാലോക്യ ജ്ഞാനം പശ്ചാൽ പരിത്യജേൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. മാത്രാതീതവും ശബ്ദരഹിതവും സ്വരവ്യഞ്ജനമില്ലാത്തതും ബിന്ദുനാദ കലകൾക്ക് അതീതവുമായ ആ നിഷ്കള ബ്രഹ്മം ഒന്നു മാത്രമാണ് യഥാർത്ഥ വേദം എന്തെന്നറിഞ്ഞ വിദ്വാനായ ഉപാസകന് അപ്പോൾ ബോധ്യമാകുന്നതാണ്. ഇതാണ് വേദവൈദിക കർമ്മങ്ങളെയൊക്കെ അതിക്രമിക്കണം എന്ന് ഭഗവാൻ പറയുന്ന ഭാഗമാണ് ഈ 5 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അതായത് സൂര്യമണ്ഡലത്തെയും ചന്ദ്രമണ്ഡലത്തിൻ്റെയും 16 കലകളുടെ അവസ്ഥയും 15 പോഷിപ്പിക്കുന്നതാണെങ്കിൽ 16ാമത്തെ പൂർണ്ണത വരുന്ന കലയാണ്. പിന്നെ 15 ആ കലയെ ശോഷിപ്പിക്കുന്നതാണ്, അതായത് ക്ഷയിപ്പിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ചന്ദ്രൻ്റെ ഈ അമാവാസിയും ഇല്ലെങ്കിൽ ആ ശുക്ലപക്ഷവും വെളുത്ത കറുത്ത പക്ഷവും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പം 16 കലകളാണ് യഥാർത്ഥത്തിൽ പോഷിപ്പിക്കുന്നതെങ്കിൽ അതിലെ 15 ഉയർച്ചയിലേക്ക് നയിച്ച് പൂർണ്ണതയിലേക്ക് എത്തുന്നത് 16ാമത്തെ കലയാണ്. അത് വീണ്ടും താഴേക്ക് വരും, ക്ഷയിക്കുന്ന അവസ്ഥയും ഉണ്ടെന്നർത്ഥം. അപ്പം ശരീരത്തിൻ്റെ സ്ഥിതി പോലും ഈ സൂര്യമണ്ഡല ചന്ദ്രമണ്ഡലത്തിൻ്റെ പ്രഭാവത്താലാണ് നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും പ്രകൃതിയും ചലിക്കുന്നത് പോലും ഈ 16 കലകളുടെ പ്രഭാവത്താലാണ് എന്ന്. അത് മാത്രാതീതമാണ്, ശബ്ദാതീതമാണ്, ശബ്ദരഹിതവുമാണ്. അത് ബിന്ദുനാഥ കലകൾക്ക് അതീതമായിട്ടുള്ള ശക്തി കൊണ്ടാണ് ഈ നിഷ്കള ബ്രഹ്മത്തിൻ്റെ പ്രഭാവം. അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോൾ ഈ പ്രക്രിയ 3 അവസ്ഥാത്രയങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം. പോഷിപ്പിക്കപ്പെട്ടാലും അത് കുറച്ചു കാലം നിലനിൽക്കും, പിന്നെ അത് ക്ഷയത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത് പൂർണ്ണത എന്ന് പറയുന്നത് 16 കലകളോട് കൂടിയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള 16 കലകളും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ദൈവിക സമ്പത്തിലെ ദൈവിക ശക്തി നമ്മളെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് സത്യം. ആ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് ഇനി പറയുന്ന കാര്യം. പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനേ ജ്ഞേയ ച ഹൃദി സംസ്ഥിതേ ലപ്തശാന്തിം പതേ ദേഹേ ന യോഗോ നൈവ ധാരണ. യോഗജ്ഞാനത്തിലൂടെ ഇപ്രകാരം നിരന്തരമായി അഭ്യസിച്ച ഒരു ഉപാസകന് യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് ബോധ്യമാകും, അതായത് ആത്മബോധമുണ്ടാകും. ജ്ഞേയവസ്തുവായ നിഷ്കള ബ്രഹ്മം അവൻ്റെ ഹൃദയത്തിൽ സ്ഥാപിതമായി തീരും. നിത്യമായ ശാന്തിയും നിത്യാനന്ദവും ലഭിക്കുന്നു. ജീവൻ മുക്തനായിരിക്കുന്ന അവന് പിന്നെ യോഗത്തിൻ്റെയോ ധാരണയോ ആവശ്യമില്ലാത്തതായി തീരുന്നു. ഇവിടെ
നമ്മൾ ആധ്യാത്മികമായിട്ട് പരമമായ ലക്ഷ്യം തീരുമാനിച്ചാൽ അതനുസരിച്ചുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങൾ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ചെയ്യുക തന്നെ വേണം. അത് ശരീരം കൊണ്ട് ചെയ്യേണ്ടതും വാക്കുകൊണ്ട് ചെയ്യേണ്ടതും മനസ്സുകൊണ്ട് ചെയ്യേണ്ടതും ഒക്കെ യജ്ഞദാന തപകർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ നിത്യയുക്തമായിട്ട് ചെയ്യണം. അത് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പം അത് നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ പൂർവ്വജന്മാർജിതമായ നന്മയും തിന്മയും ഒക്കെ പുറത്തേക്ക് വരും. എപ്രകാരം പാലാഴി കടഞ്ഞപ്പോൾ സദ്ഗുണങ്ങളും അസുരന്മാർക്ക് പറ്റിയ ദോഷങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നതുപോലെയാണ്. ഇപ്പം പലരും ഈ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ തെറ്റ് വന്നാൽ ദോഷം ചെയ്യുന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എനിക്ക് അടുത്ത ദിവസം ഇന്നലെ തന്നെ ആരുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു ബ്രാഹ്മണൻ തന്നെ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ തലയിൽ എടുത്തു വീഴുന്നൊക്കെ അദ്ദേഹം പറയണം. അതുകൊണ്ട് പലർക്കും ജപിക്കുന്നവർക്ക് ദോഷമുണ്ടാകുന്ന ക്ലേശങ്ങളുണ്ടാകും. ഈ ക്ലേശമുണ്ടാകുന്നുള്ളത് സത്യമാണ്. അത് ഈ തെറ്റിയിട്ടല്ല ക്ലേശം ഉണ്ടാകുന്നത്. നിങ്ങൾ നിഷ്കളങ്ക മനസ്സോടെ ശുദ്ധ മനസ്സോടുകൂടി ചെയ്താൽ ഏതക്ഷരമാണെങ്കിലും ഭഗവാൻ ഈ പ്രണവമന്ത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ മനസ്സ് ശുദ്ധമായിരിക്കുകയും ഭക്തിഭാവത്തിലായിരിക്കണം ജപിക്കുന്നതും എന്നർത്ഥം. അപ്പം ഇത് അനുഷ്ഠാനങ്ങളിൽ കൊണ്ടുവരുമ്പം അത് വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും വേണ്ടില്ല, ലളിതാ സഹസ്രനാമം ജപിച്ചാലും വേണ്ടില്ല, ഈ സഹകാരി കാരണങ്ങളെ കൊണ്ടാവുന്ന ക്ലേശങ്ങൾ ഉണ്ടാവും. നമുക്ക് പൂർവ്വജന്മാർജിതമായ നല്ലതും ചീത്തയായിട്ട് അതിൻ്റെ ഗുണവും കിട്ടും. ഒപ്പം തന്നെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള പാപദോഷം തീർന്നു വരുന്നത് ക്ലേശങ്ങളിലൂടെ ആയിരിക്കും. അല്ല, അത് ജപിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ജപിച്ച് തെറ്റിയിട്ടല്ല ഈ സഹകാരി കാരണങ്ങളെ കൊണ്ട് ദോഷമുണ്ടാകുന്നത്. നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലതും ചീത്തയൊക്കെ അനുഭവയോഗ്യമാകും. ഇവിടെയാണ് നമ്മൾ അതിനെ വിവേചനം ചെയ്ത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുമ്പോൾ തെറ്റിയാലും അഹംത്വാ സർവപാപേഭ്യോ മോക്ഷേഷ്യാമി വാസുജാന്ന് ഭഗവാൻ പറഞ്ഞ ഗ്യാരണ്ടി കൂടുതൽ വേറെ എന്താ ഗ്യാരണ്ടി? അല്ലാതെ ഈശ്വരന്മാർക്ക് ഒരുക്കും ആടയും പടയും ആയുസവും കൊടുത്തില്ല, നിങ്ങൾ ജപിച്ച് തെറ്റി നിർത്തുകൊണ്ട് ഒരു ഈശ്വരന്മാരും കോപിക്കുന്ന പ്രശ്നമില്ല. ഈശ്വരന്മാർ കോപിച്ചിട്ടല്ല നമുക്ക് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ പൂർവ്വജന്മാർജിതമായിട്ട് നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ അത് തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ. അപ്പൊ ഭക്തിയുടെ ഒരു അവസ്ഥയാണിത്. ഇത് എത്ര ശുദ്ധമായിട്ട് നിങ്ങൾ ഇതൊക്കെ അക്ഷരസ്ഫുടതയോടുകൂടി പഠിച്ചു ചൊല്ലിയാലും വേണ്ടില്ല, ഈ ക്ലേശങ്ങൾ സഹകാര്യ കാരണങ്ങളെ കൊണ്ടുണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പുണ്യഫലങ്ങളാണെങ്കിൽ അതും അനുഭവിക്കണം, ദോഷഫലങ്ങളാണ്. കർമ്മബന്ധനം കൊണ്ടാണല്ലോ വീണ്ടും വന്ന് ജനിച്ചേക്കണത്. അത് തന്നെ ഏറ്റവും വലിയ ആപത്താണ്. നമുക്ക് യാതൊരു ഇത്ര ശുദ്ധരായിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പുണ്യപാപങ്ങളെ കൊണ്ട് പങ്കിലമായിരിക്കുന്ന ഈ ശരീരത്തിലൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യം തീരുമാനിച്ച് പരമമായ ലക്ഷ്യപ്രാപ്തിയിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളെ ഓവർകം ചെയ്യുമ്പോഴാണ് പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനേ എന്ന് ഭഗവാൻ പറഞ്ഞത്. ഈ അനുഭവത്തിലൂടെ അല്ലാതെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് പരമമായ ജ്ഞാനം നമുക്ക് ലഭിക്കുക. അപ്പോഴാണ് ആത്മബോധം ഉണ്ടാകുക. അപ്പൊ ഈ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആര് പറഞ്ഞാലും അത് ശരിക്കുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞ ഗീതയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇന്നലെ തന്നെ ഒരു ബ്രാഹ്മണൻ തന്നെ പറയുന്നു, ജ്യോത്സ്യൻ തന്നെ പറയണത്, ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ ജപിക്കുമ്പോൾ തെറ്റിയിട്ടാണ് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്. 90% ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നവർക്കും. എന്തുകൊണ്ടാണ് ക്ലേശം ഉണ്ടാകും? അതിൻ്റെ ദോഷം അനുഭവിക്കുന്നതെന്ന് അക്ഷരം തെറ്റിയിട്ടുള്ള ദോഷം കൊണ്ടാണ് ഈ പറയുന്ന ദോഷങ്ങൾ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പൂന്താനത്തിനോട് എന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്? പട്ടെതിരെയും പൂന്താനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ പൂന്താനത്തിൻ്റെ ഭക്തിയേക്കാൾ എനിക്ക് ഭക്തിയും വിഭക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം നിഷ്കളങ്ക ശുദ്ധ മനസ്സോടുകൂടി ഇത് ചെയ്യുന്ന പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം നിന്റെ വിഭക്തിയേക്കാൾ. എന്താ വിഭക്തി എന്ന് പറഞ്ഞ കാര്യം? ഗുരുവായൂരപ്പനെ കാണാൻ വന്നയാൾ മറ്റൊരാൾ ജപിക്കുമ്പോൾ അതിലെന്താ തെറ്റെന്ന് ശ്രദ്ധിക്കാൻ പോയെങ്കിൽ ഗുരുവായൂരപ്പനോടാണോ ഭക്തിയുടെ ഭാവം അവിടെ ശ്രദ്ധയുണ്ടായിരുന്നത്? അതോ മറ്റൊരാൾ ജപിക്കുമ്പോൾ അതിലെ തെറ്റ് കണ്ടുപിടിക്കുന്നതിലായിരുന്നോ ശ്രദ്ധ? ഈ പാണ്ഡിത്യമുള്ളവർക്ക് അതാ കുഴപ്പം. ആരെങ്കിലും ജപിക്കണ കേട്ട് കഴിഞ്ഞാൽ അത് അവരുടെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് അത് സാധാരണക്കാരെ അളക്കും. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ നമ്മൾ ചെയ്യുമ്പം അത് തെറ്റ് വന്നാൽ പോലും
ആ സമയത്ത് നമ്മുടെ മനസ്സ് എവിടെയാണെന്നാ ഭഗവാൻ ശ്രദ്ധിക്കുക. അതാണ് ശുദ്ധ നിഷ്കള ഭക്തി എന്ന് പറയുന്നത്. നിഷ്പക്ഷമായിട്ട് നമ്മൾ നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊക്കെ ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് ഭക്തിയും വിഭക്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇന്നലെ ഇത് എന്തോ അവിചാരിതമായിട്ട് ഞാൻ വേറെ ആരോ അയച്ചു എന്ന് കേൾക്കാൻ ഇടവന്നതാ. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ അത് പറയാൻ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെ ഒരു ദൈവാധീനം. ഇപ്പം നമുക്ക് തല്ല് കിട്ടിയിട്ട് വേദനിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ അതുപോലും ശബ്ദബ്രഹ്മോ അക്ഷരബ്രഹ്മോ ചേർന്നിട്ട് ഭഗവാനെ വിളിക്കണ് നാമമാണ് ഭഗവാന്റെ. അയ്യോ എന്ന് പറഞ്ഞാൽ വരെ അക്ഷരങ്ങളിൽ അകാരം ജ്ഞാനോ ആകുന്നു എന്ന് ഗീതയിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അയ്യോ എന്ന് പറയുമ്പോ അകാരം അതിലുണ്ടോ? നമ്മൾ എത്രയെത്ര ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള ഭാഷകൾ മുഴുവൻ ഉപയോഗിച്ച് സംസ്കൃതമാണ് ഈ ഭാഷകളുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനം. അപ്പൊ ഏത് ഭാഷയും ഏത് അക്ഷരവും ഈ പ്രണവ മന്ത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള. അത് തെറ്റിയിട്ട് ജപിച്ചാൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ കൊടുങ്ങല്ലൂർ പോലുള്ള ഭഗവതി ക്ഷേത്രത്തിൽ തെറി പറയുന്നില്ലേ, അത് പാട്ടാവുന്നില്ലേ? എന്നാ പിന്നെ അത് കൊടുങ്ങല്ലൂർ അമ്മ കോപിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ചിന്താഗതി മനസ്സിൽ വെക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാഞ്ഞിട്ടാണ് പരദേവതയോ സർപ്പങ്ങളോ നമ്മുടെ ഇഷ്ടദേവതയോ ഒക്കെ കോപിക്കുന്നത്. ഇല്ലേ നിങ്ങൾ അടയും പടയും പായസവും കൊടുക്കാഞ്ഞിട്ടല്ല അവരൊന്ന് കോപിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ എന്തെങ്കിലും ദോഷങ്ങളോ ക്ലേശങ്ങളോ ഏത് കാലത്ത് അനുഭവിച്ചാലും വേണ്ടില്ല, നമ്മൾ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ ക്ലേശങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുക. അത് നന്മ ചെയ്തിട്ടുണ്ടേ സുഖസമൃദ്ധിയിൽ നമുക്ക് ജീവിക്കാം, അപ്പോഴും സുഖം. അന്നേരം എന്താ ഓർക്കാത്തെ ഭഗവാനെ എന്തുകൊണ്ടാണ് ഓർക്കാത്തെ? അവിടെ നമുക്ക് അഹങ്കാരവും ഇതെന്റെ കേമത്വം കൊണ്ടായി സുഖമൊക്കെ അനുഭവിക്കണേ. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ കർമ്മത്തിന്റെ ഫലം ഈ ജന്മത്തിൽ സുഖമായിട്ട് സപ്രപഞ്ചത്തെ കഴിയാൻ സാധിക്കുന്നത്. അത് ക്ഷയിച്ചാൽ പിന്നെ ദുരിതം വരികയും ചെയ്യും. ഇതേപോലെ പാപം ചെയ്തേക്കണ കർമ്മഫലം തീർന്നു കഴിഞ്ഞാലാണ്, പാപരാഹിത്യം വരുമ്പോഴാണ് പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനേ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ തെളിവാണ്. എനിക്ക് 42 വയസ്സ് വരെ ഇതൊന്നും വന്നിരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു ജ്ഞാനിയാ ഇല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് പ്രവേശിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ പൂർവ്വജന്മാറ്റിലുള്ള കർമ്മദോഷങ്ങൾ, ഒരു 5 ജന്മത്തെ കർമ്മദോഷങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ പൂർവ്വജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും എപ്പോ അനുഭവിച്ച് ക്ലിയർ ചെയ്തോ ആ പാപരാഹിത്യം വന്നപ്പോഴാ ഗീത പോലും എനിക്ക് ഓർമ്മ വരുന്ന പൂർവ്വജന്മത്തിൽ പഠിച്ചിരുന്ന കാര്യമൊക്കെ. ഇതാണ് പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനേ എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം കിട്ടിയാലും അത് അനുഭവയോഗ്യമാക്കുക. അനുഭവയോഗ്യത്തിൽ കിട്ടുന്ന ജ്ഞാനമാണ് വിശേഷ ജ്ഞാനം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം. ആ ജ്ഞാനം കിട്ടിയാൽ നിങ്ങൾ എത്ര ജന്മം ജനിച്ചു മരിച്ചാലും അത് മറക്കില്ല. അതാണ് ഗ്രാഫിക് പവറിന്റെ കപ്പാസിറ്റി. അനുഭവജ്ഞാനം, പുസ്തകജ്ഞാനമൊക്കെ ചിലപ്പോൾ മറന്നു പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാനെ, ആ ജ്ഞാനം ലഭിച്ചിട്ട് അനുഭവ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുക. അങ്ങനെ ലഭിച്ചാൽ ജ്ഞേയച ഹൃദി സംസ്ഥിതേ, അവിടെയാണ് ഹൃദയസ്ഥാനത്തുള്ള ശക്തി പോലും പ്രവർത്തിതമാകുന്നത്. ലപ്തേ ശാന്തി പതേ ദേഹേ സ ന യോഗ നൈവധാരണ, അതായത് യോഗജ്ഞാനത്തിലൂടെ, ഈ യോഗയിലൂടെയാണ്, ഇല്ലെങ്കിൽ യഥാർത്ഥ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ കിട്ടുന്ന ജ്ഞാനത്തെയാണ് ഇവിടെ യോഗേയ ജ്ഞാനത്തിലൂടെ എന്ന് പറഞ്ഞത്. ഇപ്രകാരം നിരന്തരം എല്ലാ കർമ്മങ്ങളും, ഗീതയിൽ തന്നെ ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഏത് കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്നത് നല്ലതോ ചീത്തയായിക്കോട്ടെ ഒരു ജ്ഞാനത്തിലായിരിക്കും. ഒരു അനുഭവം ജ്ഞാനം നമുക്കുണ്ടാവുമല്ലോ. അത് നല്ല ദുഷ്കർമ്മമായാലും സൽക്കർമ്മമായാലും അത് അനുഷ്ഠിച്ചു കഴിയുമ്പം അതിൽ നിന്ന് വരുമ്പോൾ നല്ലതോ ചീത്തയോ ഗുണവും ദോഷവും തിരിച്ചറിയുന്ന ഒരനുഭവം ഉണ്ടാകും. അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ പുസ്തകത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചാൽ അത് യോഗത്തിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കർമ്മയോഗത്തിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് വിജ്ഞാനത്തിലേക്ക് എത്തുക, അനുഭവജ്ഞാനത്തിലേക്ക്. ഇപ്രകാരം നിരന്തരമായി അഭ്യസിച്ച ഉപാസകന് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നതാണ് വിജ്ഞാനം. അതാണ് വിശേഷജ്ഞാനം അഥവാ അനുഭവജ്ഞാനം എന്തെന്ന് ബോധ്യമാകും. അതായത് അനുഭവിച്ചറിയുന്നതിനെയാണ് ബോധ്യമാകുക എന്ന് പറയുന്നത്. ജ്ഞേയവസ്തുവായ നിഷ്കള ബ്രഹ്മം അവന്റെ ഹൃദയത്തിൽ സ്ഥാപിതമാകും. അപ്പോഴാണ് ശരിക്കും ഈശ്വരീയ സാക്ഷാത്കാരം പോലും വിജ്ഞാനത്തിലൂടെ സാധ്യമാവും.
അതുകൊണ്ടാണ് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈശ്വര ശക്തിയുടെ അനുഭവം ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അല്ലാതെ വിശ്വസിക്കാനുള്ളതല്ല ഈശ്വരനെ ഒരിക്കലും. വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ചക്കറിലൊക്കെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നമ്മൾ അതിനെ വികലമായിട്ട് എടുക്കാനിട വരും. അതായത് അന്ധവിശ്വാസിയായിട്ട് മാറുന്നർത്ഥം. യഥാർത്ഥ വിശ്വാസിയാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവജ്ഞാനം, ബോധ്യം വരണം. ആ ബോധ്യം വരണമെങ്കിൽ അനുഭവജ്ഞാനം ഉണ്ടാക്കണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം നിഷ്കളബ്രഹ്മം തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിതമായി തീരും ഈ അനുഭവജ്ഞാനം ഉണ്ടാകുമ്പോൾ. പിന്നെ ആര് പറഞ്ഞാലും എന്തൊക്കെ ഇത്തരത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ ജ്ഞാനം കിട്ടിയ ഒരാൾക്ക് ഒരിക്കലും ഇതിലൊന്നും ഭ്രമം ഉണ്ടാവില്ല. പേടിക്കുകയില്ല. മറ്റൊരാൾ തലയിലെടുത്ത് വീഴുന്നു പറഞ്ഞാലും ഒന്നും പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഈശ്വരന്മാരെ ഒരിക്കലും ഈശ്വരന്മാരാരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതല്ല. അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷഫലം അനുഭവിക്കേണ്ടി വന്നിട്ടേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് ക്ലേശങ്ങളായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് ഈശ്വരൻ നമ്മളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടായാൽ അത് അനുഗ്രഹമായിട്ട് കരുതിക്കൊള്ളു. കാരണം ഈ ക്ലേശങ്ങൾ ശുദ്ധീകരിച്ചാലല്ലേ പരമമായത് എന്താണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ക്ലേശങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടായാൽ അത് ചെയ്യുന്നതിൻ്റെ ദോഷമല്ല, നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നതിൻ്റെ ദോഷഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ഉറപ്പിച്ചു കൊള്ളണം. ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഈ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഭക്തിയുടെ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം എൻ്റെ അടുത്ത് ആര് ചോദിച്ചാൽ തെറ്റിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ആക്കി കൊടുക്കും. നിങ്ങൾ ഏത് ഭാഷ, ശബ്ദബ്രഹ്മത്തെയും അക്ഷരബ്രഹ്മത്തെയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇല്ലേ, ഈശ്വരനാമം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ അതിൽ ശുദ്ധഗതി ഉണ്ടാകണം, ശ്രദ്ധ ഉണ്ടാകണം. അത് മാത്രമാണ് നിഷ്കള ഭക്തി എന്ന് പറയുന്നത്, നിഷ്കളങ്കമായ ഭക്തി. അതുകൊണ്ട് നിങ്ങളൊരു പൂവെടുത്തിട്ടാലും ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പുഷ്പാഞ്ജലി. നിങ്ങൾക്ക് നാമം ജപിക്കാനൊന്നും അറിയില്ല, നിങ്ങളുടെ നാമം തന്നെ ജപിച്ചുകൊണ്ട് നിങ്ങൾ അർപ്പിച്ചോളൂ. അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. നന്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ഒരിക്കലും ദോഷം സംഭവിക്കില്ല എന്ന് ഭഗവാൻ പറയുന്ന ഗ്യാരണ്ടി മാത്രം നമ്മൾ ഏറ്റെടുത്താൽ മതി. മറ്റുള്ളവരൊന്നും പറയുന്നത് തലയിൽ ഭാരമായിട്ട് ഏറ്റെടുക്കരുത്. നിത്യമായ ശാന്തിയും നിത്യാനന്ദവും ലഭിച്ചിരിക്കുന്നു. ജീവൻ മുക്തനായവനെ പിന്നെ യോഗത്തിൻ്റെയോ ധാരണയോടോ ആവശ്യമില്ലാതെ ഈ പരമമായ ജ്ഞാനം വിശേഷ ജ്ഞാനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈ ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്താം. അതാണ് പറയുന്നത്. അപ്പോൾ ഇനി യോഗത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പല മാർഗം തേടി ഓടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, ചതുർവിധ ഭജനത്തെയും എന്നുള്ള, അതൊക്കെ തന്നെ നിൽക്കുന്ന നമുക്ക് തന്നെ മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്തും എന്നർത്ഥം. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ഈ മനസ്സ് ചഞ്ചലാവസ്ഥയിൽ അതും ചെയ്യും ഇത്, അവിടെയൊക്കെയാണ് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുക. അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം. പിന്നെ ആര് പറഞ്ഞാലും ഇളകാത്ത മനസ്സിനുടമ, ഉറച്ച മനസ്സിനുടമയായിത്തീരും. അതുമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. യോ വേദവും സ്വരപ്രോക്ത വേദാന്തേജ പ്രതിഷ്ഠിത തസ്യ പ്രകൃതിലീനസ്യ യ പര സ മഹേശ്വര. ഉപാസകന് വിദ്യയുടെ ആദി പ്രണവസ്വരമാകുന്നു. വിദ്യയുടെ അന്തവും നാദബ്രഹ്മം തന്നെയാണ്. നാദബ്രഹ്മമോ സാക്ഷാൽ പ്രകൃതി ആകുന്ന പരയാണ്, അഥവാ കുണ്ടലിനി ആകുന്ന പരാശക്തിയാണ്. ആർക്ക് ഈ പ്രകൃതിയാകുന്ന പരയെ ആത്മാവിൽ ലയിപ്പിക്കാൻ കഴിയുന്നുവോ അവൻ സാക്ഷാൽ മഹേശ്വരനായി തീരുന്നു. അവൻ്റെ ശരീരം പോലും ശിവമയമായി തീരും. അത് സാക്ഷാത്കരിക്കാത്തവർക്ക് ശരീരം വെറും ശവമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ പറയുന്ന പരാശക്തി. അതിനെ സാക്ഷാത്കരിക്കാനാണ് ഈ പറയുന്ന ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ഉപയോഗിച്ചാൽ ഈ പറയുന്ന വേദങ്ങളും ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഏത് സഹസ്രനാമം എടുത്താലും വേണ്ടില്ല, ഈ പ്രണവമന്ത്രത്തിൽ നിന്ന് ഓങ്കാരം ബ്രഹ്മനാദത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കണം. അപ്പം അത് ഏത് അക്ഷരം ഉപയോഗിച്ചാലും വേണ്ടില്ല, ഏത് ഭാഷ ഉപയോഗിച്ചാലും വേണ്ടില്ല, ഈ നാദബ്രഹ്മത്തിൽ നിന്നാണ് നാദം തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന, അത്തരത്തിൽ ഉപാസന ചെയ്യുന്ന സാധകന് വിദ്യയുടെ ആദി പ്രണവസ്വരൂപമാണെന്ന് മനസ്സിലാകും.
അതിൻ്റെ അന്ത്യവും ഈ നാദബ്രഹ്മം തന്നെയാണെന്ന് അറിയും. നാദബ്രഹ്മമോ സാക്ഷാൽ പ്രകൃതിയാകുന്ന പറയാണ്. ഈ നാദബ്രഹ്മം എന്ന് പറയുന്നത് സാക്ഷാൽ ഈശ്വരന്റെ പ്രകൃതമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യക്ഷേണ കൃതം പ്രകൃതി, പ്രകർഷേണ കൃതം പ്രകൃതി. ഒരേ വാക്കിന് രണ്ടർത്ഥം ഉണ്ടെന്നർത്ഥം. ഒന്ന് പ്രത്യക്ഷേണ കൃതം പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പ്രത്യക്ഷമാണ്. ഇത് പ്രത്യക്ഷ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് പ്രത്യക്ഷമാണ്. ഇതും പ്രകൃതിയാണ്. ഈശ്വരന്റെ അപരാശക്തിയാണ്, പ്രകൃതിയാണ് ഈ ശരീരം. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ ഇതേ ശരീരത്ത് പരാശക്തിയായിട്ട് നിൽക്കുന്ന ആ അവ്യക്തമായിരിക്കുന്ന ഈശ്വരന്റെ സ്വരൂപത്തെയാണ് ഇവിടെ പര ആയിട്ട്, അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാരമാണ് എന്ന നമ്മുടെ ശരീരത്തുണ്ട്. ആ ജീവനെയാണ് ഇവിടെ പരാശക്തി എന്ന് പറയുന്നത്. അതും പ്രകൃതിയാണ്. പ്രകർഷേണ കൃതം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത് എന്തോ അതിനെയാണ് പ്രകർഷേണ. ചിന്തിച്ച് അതിനെ നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. അനുഭവിച്ചറിയാനേ സാധിക്കൂ. അല്ലാതെ അചിന്ത്യമാണ്, അവികാര്യമാണ്, അചേതനമാണെന്നൊക്കെ തോന്നും. പക്ഷെ ആ ജീവനില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ ആ പ്രകൃതീശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രധാന പുരുഷേശ്വരൻ എന്ന് സഹസ്രനാമത്തിൽ പേരുണ്ട് ഭഗവാന്. പ്രധാന പുരുഷേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ തന്നെയാണ് പ്രകൃതീശ്വരൻ എന്ന അർത്ഥത്തിലാണ് പ്രധാന പുരുഷേശ്വരൻ. അതായത് ഈശ്വരന്റെ ഒരേ ഭാവം, അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം രണ്ട് ഭാവത്തിൽ പ്രകടമാകും. അതാണ് ദ്വന്ദ്ഭാവം. ഒന്ന് പ്രകർഷേണ പ്രകടമാകും. അത് പ്രകടമാകുക എന്ന് വെച്ചാൽ അത് അനുഭവിച്ചറിയാൻ സാധിക്കുമോ, അവ്യക്ത സ്വരൂപമാണ്. അതാണ് പരാ ആയിട്ട് നിലനിൽക്കുന്നത്. അതേ ശക്തിയിൽ നിന്നാണ് അപരയായിട്ട് പ്രകടമാകുക. അതാണ് പ്രത്യക്ഷേണ കൃതമായിരിക്കുന്ന പ്രകൃതി. അത് നമ്മുടെ ശരീരം, ഈ ദൃശ്യപ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദി കോളങ്ങള്, ഈ 84 ലക്ഷം തരം ജീവജാലങ്ങള്, ഇതിൻ്റെയൊക്കെ ശരീരങ്ങളാണ് പ്രത്യക്ഷകൃതം. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ പ്രത്യക്ഷകൃതമാണ്. അത് പ്രേയസാണ്, ആശ്രീ സമ്പത്താണ്. ഉണ്ടായിട്ട് നശിക്കുന്നത് എന്തോ അതൊക്കെ ആശ്രീ സമ്പത്താണ്. അതേ ശക്തിയെ പോലും, ഈ പ്രകൃതിയിൽ പ്രത്യക്ഷമായിരിക്കുന്നതിനെ പോലും നിലനിർത്തുന്ന അവ്യക്തമായിരിക്കുന്ന ഏതൊരു ശക്തിയാണോ അതിനെയാണ് പര എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഒന്നിൽ നിന്നാണ്, പരയിൽ നിന്നാണ് അപര ഉണ്ടായിരിക്കുന്നതും ഈ പര അപര ചേർത്ത് വച്ചിരിക്കുന്നതും ഈ പരാശക്തി തന്നെയാണ്. അപ്പൊ അതിനെ മനസ്സിലാക്കുക. അതാണ് അത് കുണ്ടലിനിയാകുന്ന ആ ശക്തിയിൽ തന്നെ നമ്മുടെ ഈ പരാശക്തി ജീവൻ നിലനിൽക്കുന്നു. ആർക്ക് ഈ പ്രകൃതിയാകുന്ന പരയെ സ്വാത്മാവിൽ ലയിക്കുവാൻ ഇല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നുവോ അവൻ സാക്ഷാൽ മഹേശ്വരനാകുന്നു. അവന്റെ ശരീരം ശമമായിരുന്ന ശരീരം ശിവമയമായി തീരും. പഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന ശിവനെയാണ് ഇവിടെ. നമ്മുടെ ശരീരത്തിന്റെ ശക്തികൾ പോലും, ഓരോ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങൾക്കൊക്കെ അധിഷ്ഠാന ദേവതാസങ്കല്പം വന്നിരിക്കുന്നത് ആ ദേവസങ്കല്പത്തിലൂടെ അതിനെയൊക്കെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ മഹേശ്വരൻ തന്നെയാണ് സാക്ഷാൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആ പരാശക്തിയെ ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിച്ചാൽ നമ്മുടെ ശരീരവും നമ്മുടെ ബോധവും ശിവമയമായി തീരും. അതാണ് ശങ്കരാചാര്യർ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നാവാനർത്തി തു ഭവേൽ താവൽ യാവൽ പാരം ന ഗച്ഛതി ഉത്തീർണേ ഇതു സരിൽ പാരേ നാവായ കിം പ്രയോജനം. പുഴ കടക്കുവാൻ തോണിയുടെ അത്യാവശ്യമുണ്ട്. അതുപോലെ ഉപാസകന് ജീവൻ മുക്തനായി തീരുവാൻ പ്രാണായാമം, ധ്യാനം, ധാരണ, സമാധി തുടങ്ങിയ യോഗങ്ങളുടെ നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. അതാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. ഇതില് 5 നമ്മൾ നിത്യയുക്തമായിട്ട് ചെയ്താൽ പിന്നീടുള്ള ഈ 4 യോഗങ്ങൾ തന്നെ ഉയർന്നു വരണം. അതായത് പ്രാണായാമം, പ്രത്യാഹാരം, ഈ 5 യോഗങ്ങളെ യഥാവിധി അനുഷ്ഠിക്കണം. അത് നിരന്തരമായിട്ട് നിത്യനൈമിത്യ കർമ്മത്തിൽ അനുഷ്ഠിക്കണം. അത് ചെയ്താൽ പിന്നെ അടുത്ത ധാരണയും ധ്യാനവും സമാധിയും ഒക്കെ ഈശ്വരന്റെ കൃപയും കൂടെ ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീര ശുദ്ധീകരണം, മനസ്സിന്റെ ശുദ്ധീകരണം, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ ഒക്കെ പോഷിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 യോഗത്തിലൂടെ നമ്മൾ സാധിക്കേണ്ടത്. ഇതാണ് ഗീതയിലെ 5 അധ്യായവും.
അതില്ലാതിരിക്കുന്ന അവസ്ഥയാണ് അർജുനൻ പോലും കർത്തവ്യ മൂഢനായിട്ട് ഇരിക്കാൻ ഇടവന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും ഒക്കെ ആ നരനായിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. നരനാരായണന്മാരുടെ അവതാരമാണ് അർജുനനും ഭഗവാനും. ഇവിടെ ഗീതയിൽ നമുക്ക് കുറച്ച് മറ്റുള്ളവരുടെയൊക്കെ സഞ്ജയൻ്റെയും ഇല്ല ധൃതരാഷ്ട്രയുടെയും ഒക്കെ വാക്ക് കേൾക്കാം. പക്ഷേ ഈ ഉത്തരഗീതയിൽ ഭഗവാനും അർജുനും നരനും നാരായണനും മാത്രമേ ഉള്ളൂ. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരിട്ടുള്ള മാർഗദർശനമാണ് ഭഗവാൻ നൽകുന്നത്. നരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ. ഗീത തന്നെ ആരംഭിക്കുന്ന ധർമ്മം എന്ന വാക്കിലാണ്, അവസാനിക്കുന്നത് മമ എന്ന വാക്കിലാണ്. അതിനെ ട്വിസ്റ്റ് ചെയ്താൽ മമധർമ്മം എന്ന് പറയും. ആ മമധർമ്മം ശരിക്കും മനുഷ്യജന്മത്തിൻ്റെ സാക്ഷാത്കാരം, അനായാസന ജീവിതമാണെന്ന് ഗീത നമ്മളെ പഠിപ്പിക്കും. അതിൽ നിന്ന് ആ മോക്ഷപ്രാപ്തിക്ക് യോഗ്യത കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മബന്ധനങ്ങളില്ലാതെ കർമ്മത്തെ ശുദ്ധീകരിക്കണം. പിന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, ഈശ്വര അർപ്പണമായിട്ട് ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നാലും മഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിച്ചാമി മാ ശുച എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭഗവാൻ. ആ മോക്ഷം എങ്ങനെ സാധിക്കും ശരീരത്തിലൂടെ എന്ന് പറയുന്നതാണ് ഉത്തരഗീത. ഇനി അതിലേക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പ്രാണായാമം, ധ്യാനം, സ്മരണയൊക്കെ, ധാരണയൊക്കെ ഇല്ലേ സമാധി അവസ്ഥയിലേക്കൊക്കെ ഈ മൂന്നവസ്ഥ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ലഭിക്കുക. പ്രാണായാമം ചെയ്യാൻ, പ്രാണായാമം വരെയുള്ളതൊക്കെ നമ്മൾ ഭക്തിയോഗത്തിൽ എത്തുമ്പോൾ സ്വഭാവ ശുദ്ധീകരണം വരും. കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ തന്നെ പഠിക്കും. നാരായണിയോ ഇല്ലെങ്കിൽ ഇതൊക്കെ പാരായണം ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാതിരിക്കില്ല. കുറേയൊക്കെ ആസനജയമൊക്കെ തന്നെ നമുക്ക് സാധിക്കും. കുറേയൊക്കെ ശരീരം മറന്നിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രാണായാമം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ജപം തന്നെ പ്രാണായാമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാഡീശുദ്ധി പ്രാണായാമമാണ്. സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നട്ടൽ നിവർത്തിയിരുന്ന് സുഖാസനത്തിൽ നിന്ന് ജപിച്ചാൽ തന്നെ അത് നാഡീശുദ്ധി പ്രാണായാമമാണ്. അതിനെ കച്ച കെട്ടിയിട്ട് നമ്മൾ ഇനി വയസ്സം കാലത്ത് ഇല്ലെങ്കിൽ വയ്യാത്ത അവസ്ഥയിൽ ഈ യോഗ പരിശീലനം അല്ലെങ്കിൽ പ്രാണായാമം ശീലിക്കാനൊന്നും പോയി പറയുന്ന അഭ്യാസത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ യഥാസ്ഥിതി ഭഗവാന്റെ കൃപ ഏത് സമയത്ത് ലഭിക്കുന്നോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ഭഗവാന്റെ കൃപ ലഭിക്കാതെ ഭഗവാനിലേക്ക് എത്താൻ ആർക്കും സാധ്യമല്ല. എത്ര വലിയ യോഗസിദ്ധി നേടിയവരായാലും ആത്യന്തികമായിട്ട് ഭഗവാന്റെ കൃപ വേണം. അപ്പോഴേ യഥാർത്ഥ ഗുരുവിനെ പോലും കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പോലും മാർഗദർശനം കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിലൊന്നും പരിഭ്രമിക്കേണ്ടതായിട്ടില്ല. ഇനി ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, അപ്പം പുഴ കടക്കുവാനേ തോണിയുടെ ആവശ്യമുള്ളൂ. അതേപോലെ ഉപാസകന് ജീവൻ മുക്തനായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന പ്രാണായാമം, ധ്യാനം, ധാരണ, സമാധി തുടങ്ങിയ യോഗങ്ങളുടെ നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട് താനും. അഭ്യാസത്തിലൂടെ ജീവൻ മുക്തനായി കഴിഞ്ഞാൽ പിന്നെ അവന് ഇവയുടെ ആവശ്യമില്ലാതായി തീരുന്നു. ഒരു ലെവലിലേക്ക് എത്തുന്നവരെ ഈ ഒരു അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കൊണ്ടു. അത് കഴിഞ്ഞാലോ സദാ സമാധിയിലൂടെ വിഹരിക്കുന്ന അവന് ഇവയുടെ ചിന്ത പോലും ഇല്ലാതെയാകും. ഇതൊക്കെ ചെയ്യണം എന്നുള്ള ചിന്ത തന്നെ, ആ താല്പര്യം തന്നെ ഇല്ലാതെ വരും. നമ്മുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ട് ഒരു കാലഘട്ടം വരെ നമുക്ക് ചിലപ്പം നിഴല് പോലെ നമുക്ക് തന്നെ തോന്നും. ഒരു ദിവസം ചെയ്യാതിരുന്ന വിഷമമൊക്കെ തോന്നാന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നിഷ്കളങ്ക ഭാവം നമുക്ക് വരും. ചെയ്യാൻ പറ്റേ ചെയ്തു, ചെയ്തില്ലേലും പ്രശ്നമൊന്നുമില്ല, ചെയ്താലും അതുകൊണ്ട് കൂടുതലാകുകയില്ല. പിന്നെ അതിൻ്റെ അടുത്ത ഫലം എന്താന്ന് പറയാണ്, ഗ്രന്ഥം അഭ്യസ്യ മേധാവി ജ്ഞാന വിജ്ഞാന തൽപര പലാല മിവ ധ്യാനാർത്ഥി തെജേൽ ഗ്രന്ഥമശേഷത. അതായത് ബുദ്ധിമാനും ജ്ഞാനവിജ്ഞാനങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവനുമായിരിക്കുന്ന ഉപാസകൻ സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം എന്നാൽ അവനവൻ പരിശീലിക്കുന്ന വിഷയത്തിൻ്റെ തത്വങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തമങ്ങളായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്ത് പഠിക്കുകയുമാണ് വേണ്ടത്. സ്വയം ചർച്ച ചെയ്യണം. അതിനെ വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും ആലോചിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർക്കുക. ഗീത പഠിച്ചാൽ തന്നെ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് അർജുനോട് പറയുന്നുണ്ട്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഖ്യാൽ ഗുഖ്യതരം മയ വിമർശയിത് അശേഷേണ യഥേ ഇച്ഛസി തഥാ ഗുരു. ഇതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ ഇഷ്ടം പോലെ വെറുതെ അങ്ങോട്ട് ഈ ഗീതയൊക്കെ പഠിച്ചിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുള്ള ശാസ്ത്രം, ഇത് ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നോടെ ആലോചിക്കണം. അത് വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും സമീപിച്ചാൽ.
ഇതിനെ സ്വാധ്യായനം ചെയ്യാന്ന് പറയുന്നത്. ഏത് ഗ്രന്ഥം പഠിച്ചാലും ഈ യോഗാഭ്യാസം ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രാണായാമം, ധ്യാനം, ധാരണ, സമാധി ഒക്കെ ശീലിക്കുകയും വേണം. അതോടൊപ്പം ശാസ്ത്രഗ്രന്ഥങ്ങൾ അഭ്യസിക്കണം എന്ന് പറഞ്ഞാൽ അധ്യായനം ചെയ്യണം. മറ്റുള്ളവരാരെങ്കിലും പഠിച്ചാൽ മാത്രം പോരാ. പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ ഭയങ്കര സത്യമായിരിക്കും ചിലപ്പം. പിന്നെ പഠിത്തം കഴിഞ്ഞാൽ അത് അഭ്യാസം ചെയ്യുക, അല്ലെ അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ കർമ്മബന്ധനങ്ങളും അനുസരിച്ചുകൊണ്ട് ഇതിനെ താത്വികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ ഉപയോഗിച്ച് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് യുക്തിസഹജമായിട്ട് ചിന്തിച്ച് നമ്മൾ സ്വയം ഡിസിഷൻസ് എടുത്ത് അതനുസരിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ ത്യാഗമനസ്യോടെ എത്തിക്കണം എന്നർത്ഥം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ വെറുതെ ശ്രദ്ധയോടുകൂടി പഠിച്ച് കാണാപ്പാഠം പഠിച്ച് ചൊല്ലി നടക്കുന്നതല്ല ഗ്രന്ഥം അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞ. ഗ്രന്ഥം അഭ്യസ്യ മേധാവി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തെ, ശാസ്ത്രഗ്രന്ഥങ്ങളെ പഠിച്ച് അത് അധ്യായനം ചെയ്യണം. സ്വാധ്യായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം പഠിക്കണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ അതിൽ നിന്ന് കേട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 50% നിങ്ങൾക്ക് എടുക്കാം കേട്ട് പറയുന്നത്. പക്ഷേ ബാക്കി 25% സ്വയം കണ്ടെത്തണം. സ്വയം അധ്യയനം ചെയ്ത് അതിൽ നിന്ന് 25% കണ്ടെത്തണം. പിന്നെ പ്രായോഗിക തലത്തിൽ എത്തിച്ചിട്ട് ബാക്കി 25% സ്വയം ഉണ്ടാക്കണം, കണ്ടെത്തണം. അപ്പോഴാണ് അത് ശരിക്കും സാക്ഷാത്കാരമാകുക. അതാണ് വിജ്ഞാനമാകുക എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിക്കുന്ന വിഷയത്തിന് തത്വശാസ്ത്രമെന്നും അഥവാ തിയറി എന്നും പ്രായോഗിക ശാസ്ത്രമെന്നും പ്രാക്ടിക്കൽ എന്ന 2 വിഭാഗം ഉണ്ടെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയാണ് ഇവിടെ ഭഗവാൻ തത്വശാസ്ത്രം പഠിച്ച് അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അതത് ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫലത്തെ സ്വയം അനുഭവിക്കണം. ഈ പ്രായോഗിക പ്രവർത്തനവും ഫലാനുഭവവും തത്വശാസ്ത്രത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കും. ഫലാനുഭവം ഇല്ലാത്തവൻ്റെ തത്വശാസ്ത്രം ഏട്ടിലെ ചുരക്കയാണ് എന്ന് പറഞ്ഞാൽ ഫലാനുഭവത്തെ സമ്പുഷ്ടമായ തത്വശാസ്ത്രം പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് പുതിയ വെളിച്ചവും രൂപവും നൽകും. ഈ വിധം തത്വശാസ്ത്രവും പ്രായോഗിക ശാസ്ത്രവും തമ്മിലുള്ള അന്തരത്തെ മനസ്സിലാക്കുകയും പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ച് അതിൽ നിന്ന് അനുഭവജ്ഞാനവും തേടുകയാണ് ഇവിടെ തത്വസാക്ഷാത്കാരം എന്നുദ്ദേശിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ പ്രത്യേകം ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുദ്ധിമാനും ജ്ഞാനവിജ്ഞാനങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുന്ന സജ്ജനങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്വാധ്യായനം ചെയ്യണം. സ്വാധ്യായം എന്നാൽ അവനവൻ പരിശീലിക്കുന്ന വിഷയത്തിൻ്റെ തത്വങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തമങ്ങളായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ സ്വയം വായിക്കണം, ചർച്ച ചെയ്ത് പഠിക്കണം, സംശയമുണ്ടെങ്കിൽ തീർക്കണം. പഠിക്കുന്ന വിഷയത്തിന് തത്വശാസ്ത്രമെന്നും അഥവാ തിയറി എന്നും പ്രായോഗിക ശാസ്ത്രമെന്നും അഥവാ പ്രാക്ടിക്കൽ എന്നും 2 വിഭാഗം, 2 ഘട്ടമുണ്ട് ഒരു ശാസ്ത്രഗ്രന്ഥം പഠിക്കുമ്പോൾ. അത് ഗീത പഠിച്ചാലും ഉണ്ട്, ഭാഗവതം പഠിച്ചാലും ഉണ്ട്. കുറേയൊക്കെ പ്രാക്ടിക്കൽ തലത്തിലുള്ള കഥകളൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ് പ്രായോഗിക തലത്തിൽ എങ്ങനെ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ഗഹനമാണ്. പക്ഷേ അത് നമ്മൾ യഥാർത്ഥ ഭക്തി കൊണ്ട് ചിന്തിച്ചാൽ അതൊക്കെ നമുക്ക് തന്നെ പുറമേ നമ്മളിൽ ഇല്ലാത്ത കാര്യവും ഒരു മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യവും ഒരിക്കലും ഭഗവാൻ പറഞ്ഞു തരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ച് അതൊക്കെ ചെയ്ത് കാണിച്ച് സാക്ഷാത്കരിച്ച് ഒരു മനുഷ്യജന്മം എങ്ങനെ പൂർണ്ണമാക്കാം എന്ന് ഭഗവാൻ പൂർണ്ണാവതാരത്തിലൂടെ തന്നെ കാണിച്ചു. അപ്പോൾ അതൊക്കെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പറ്റാത്തതോ നമ്മൾക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ചാൽ ഇതിനൊക്കെ ആദ്യം തന്നെ ചിന്തിക്കും ഇതിനൊക്കെ ഇപ്പോൾ എവിടെയാ സമയം എന്ന് വിചാരിക്കും. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് ഒരു ആയുസ് മുഴുവൻ തന്നു, 24 മണിക്കൂർ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്. അത് കൂട്ടാനോ കുറയ്ക്കാനോ ഒരു ടെക്നോളജി കൊണ്ടും മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. അപ്പോൾ കിട്ടിയിട്ടുള്ള ആയുസ്സിൽ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പം നമ്മൾ കണ്ടെത്തി ചെയ്യണം. അതിന് ഭഗവാൻ എന്തിനാ ഇതൊക്കെ സമയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഉത്തരമില്ല. കാലസ്വരൂപനാ ഭഗവാനെ നിന്ദിക്കൽ, ഈശ്വരനെ നിന്ദിക്കലാണ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും. അതുകൊണ്ട് അതാത് ഘട്ടങ്ങളിൽ
ശാസ്ത്രം പഠിച്ച് അതിനെ പ്രായോഗികതലത്തിൽ കൊണ്ടുവന്ന് അതാത് ഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഫലത്തെ സ്വയം അനുഭവിച്ചറിയണമെങ്കിൽ അത് പഠിക്കണം. വേണ്ട വിധത്തിൽ പഠിച്ചിട്ട് അല്പമെങ്കിലും സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ, അല്പമെങ്കിലും ഒന്ന് പ്രായോഗിക തലത്തിൽ ഒന്ന് ഈശ്വരകാര്യങ്ങളിലെങ്കിലും, ഞാൻ എല്ലാ കാര്യത്തിലും ഗീതയൊന്നും പ്രയോഗിക്കാൻ ആരോടും പറയാറില്ല, നിഷ്കാമമായ കർമ്മം ഈശ്വരകാര്യങ്ങളിലും കുറച്ചു നേരം ജപിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനവും നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഫലമൊന്നും ഭഗവാനോട് ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് നിഷ്കളങ്കമായിട്ട് ഭഗവാനെ സമീപിക്കുക. ആ ഈശ്വര കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിച്ചാൽ ബാക്കിയുള്ള നമ്മുടെ കർമ്മങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്വഭാവം ക്രിയേറ്റ് ആയിക്കോളും. തുടങ്ങി വെച്ചാൽ മതി. അപ്പം അതുകൊണ്ട് അതാത് ഘട്ടങ്ങളിൽ ഫലത്തെ സ്വയം അനുഭവിച്ചറിയണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അതുകൊണ്ട് അതിൻ്റെ ഫലത്തെ അനുഭവിച്ചറിയാന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അല്പം മാത്രം ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലതല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ആ ചെയ്യുന്നതിൽ നിന്ന് അനുഭവം ഉണ്ടാകും. ആ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഉറയ്ക്കും മനസ്സ്. നല്ല അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിടുമോ? ഇല്ലേ? ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനം നല്ല സാധനം എന്ന് മനസ്സിലാക്കിയാൽ അത് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്നതല്ലാതെ അതൊരിക്കലും ഉപേക്ഷിക്കാൻ സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ല. അതേപോലെ മനസ്സിനും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യണത്. അത് ശരിക്കും യഥാർത്ഥത്തിൽ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമാകും. അങ്ങനെ അല്പമെങ്കിലും അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അത് വിടില്ല. ഈ പ്രായോഗിക പ്രവർത്തനവും ഫലാനുഭവവും തത്വശാസ്ത്രത്തെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമാക്കും. നമ്മളെ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉയർച്ചയിലേക്ക് ഊർധം ഗച്ഛന്തി സത്വസ്ഥാന്ന് ഭഗവാൻ പറഞ്ഞാൽ പിന്നെ ആ സാത്വിക ഭാവം നമ്മളിൽ ഉണ്ടായാൽ പിന്നെ നമ്മളെ സാത്വികരായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. അല്ലാതെ സാത്വിക ഗുണം സേവിച്ചാൽ നേരെ ഊർധമൂലത്തിലേക്ക് കൊണ്ടുപോകുന്നല്ല. നമുക്ക് ജീവിതത്തിൽ തന്നെ എല്ലാ ശക്തികളെയും പോഷിപ്പിക്കപ്പെട്ട് നമ്മൾ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും താഴേക്ക് പോരാത്ത ഒരവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. അതാണ് സമ്പുഷ്ടമാക്കുമെന്ന് പറഞ്ഞത്. ഫലാനുഭവങ്ങൾ ഇല്ലാത്തവന്റെ തത്വശാസ്ത്രം ഏട്ടിലെ ചുരക്ക പോലെയാണ്. ഏട്ടിലെ ചുരക്ക പോലെ എന്ന് പറഞ്ഞാൽ യാതൊരു പൊള്ളയായിരിക്കുന്ന ഒരു ചുരക്കയുടെ അവസ്ഥ. ഫലാനുഭവത്താൽ സമ്പുഷ്ടമായിരിക്കുന്ന തത്വശാസ്ത്രം പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വെളിച്ചവും രൂപവും നൽകും. ഈ വിധം തത്വശാസ്ത്രവും പ്രായോഗിക ശാസ്ത്രവും പരസ്പരം പൂരകങ്ങളും സംവർദ്ധകങ്ങളുമാണ്. ഇവ രണ്ടുമില്ലാതെ ശാസ്ത്രം പൂർണ്ണമാകുന്നതല്ല. കേവലം ശാസ്ത്രം പഠനം കൊണ്ടാകില്ല. ആ ശാസ്ത്രത്തെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കേണ്ട വിധത്തിൽ അതാണ് ഭഗവാൻ പറഞ്ഞു, ഇതി മുഖ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ ഭാരത എന്ന് പറഞ്ഞത്. ഈ രഹസ്യങ്ങളെ രഹസ്യമായിരിക്കുന്ന ഈ ശാസ്ത്രത്തെ ഏതൊരു മനുഷ്യനാണോ മനസ്സിലാക്കുന്നത്, അനുഭവ തലത്തിലെത്തി മനസ്സിലാക്കുന്നത്, അവൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായി തീരും. അവനായിരിക്കും കൃതകൃത്യനായിരിക്കുന്ന ഒരു ഭാരതീയൻ തന്നെയാകൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലെവലിലെത്തിയാലേ നമുക്ക് കൃതകൃത്യതയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ശാസ്ത്രം ഇവ രണ്ടുമില്ലാതെ, അതായത് തിയറിറ്റിക്കലായിട്ടും പഠിക്കണം, അത് പ്രാക്ടിക്കലായിട്ടും ചെയ്യണം. ഇത് രണ്ടുമില്ലാതെ ഒരു ശാസ്ത്രം കൊണ്ടും പൂർണ്ണത നമുക്ക് കൈവരുത്താൻ സാധ്യമല്ല. ശാസ്ത്രഗ്രന്ഥങ്ങളായിരിക്കുന്ന വേദങ്ങളില്ലാതെ ബ്രഹ്മാവിന് പോലും സൃഷ്ടിയാദി കർമ്മങ്ങൾ നടത്തുവാൻ സാധ്യമല്ലെന്നതാണ് ആഗമങ്ങളിൽ നിന്നും ബോധ്യമാകുന്നത്. ഉത്തമ ഗ്രന്ഥങ്ങൾ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്, അത് അനുഭവ പരിചയമാണ് ഏറ്റവും വലിയ അറിവ്. ഉത്തമ ഗ്രന്ഥങ്ങൾ പഠിച്ച് അവയുടെ സാരമായിരിക്കുന്ന തത്വങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് കാണാപ്പാടം പഠിച്ച് ഫീഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ തലത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ പിന്നെ ഈ ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ഏത് സമയവും പുസ്തകപ്പുഴുവായിട്ട് ഇരിക്കുന്നതുകൊണ്ടും പ്രയോജനമില്ലാത്തവരെയും നമുക്ക് കാണാനുണ്ട്, ഇല്ലേ? പുസ്തകപ്പുഴുവായിട്ട് ഇരിക്കുന്നവര് ഉള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിക്കും. പക്ഷേ അത് വായിച്ച് പുസ്തക പുഴുവായിട്ട് ഇങ്ങനെ ജീവിതം വ്യർത്ഥമാക്കുകയാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ അത് നിഷ്പ്രയുഗത്തിലും പരത്തിലും പ്രയോജനം ചെയ്യില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. അതിവിടെ നിന്ന് സമർത്ഥിക്കുക. അപ്പം ഈ പുസ്തകജ്ഞാനം എന്തിനാ? നമ്മളെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗം മാത്രമാണ്. വേദങ്ങൾ പോലും അതെ. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ്. അപ്പം അതുകൊണ്ട്
ആഗമങ്ങളിൽ എന്നാൽ ഇതിന്റെ അറിവില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ, ബ്രഹ്മാവിന് പോലും ചെയ്യാൻ സാധ്യമല്ല ഷഷ്ടാധികാരങ്ങൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിവ്, എങ്ങനെ ചെയ്യണം, അത് ആർക്കും ദോഷം ചെയ്യാത്ത വിധത്തിൽ ലോക നന്മയ്ക്കായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അറിവ് സ്റ്റേബിലിറ്റി ഉണ്ടാക്കണം. പ്രായോഗിക തലത്തിൽ, അത് പ്രാക്ടിക്കൽ തലത്തിൽ എങ്ങനെ ചെയ്താലാണ് തനിക്കോ മറ്റുള്ളവർക്കോ ദോഷം ഉണ്ടാകാതിരിക്കുകയും വേണം, അതും കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമാകുകയും. തനിക്ക് സുഖമുണ്ടാകണമെന്ന് വിചാരിക്കും, മറ്റുള്ളവർക്കും കൂടി സുഖം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു ത്യാഗ മനസ്സിലേക്കായല്ലോ. ഇപ്പം ഈശ്വരൻ പോലും അങ്ങനെ കർമ്മങ്ങൾ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് ആ തത്വങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥങ്ങളുടെ ആവശ്യമില്ല. കർഷകൻ കൊയ്ത് വച്ച കറ്റകൾ മെതിച്ച് ധാന്യം സ്വീകരിച്ച ശേഷം വൈക്കോൽ മാറ്റുന്നത് പോലെ ഗ്രന്ഥം പഠിച്ച തത്വങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം അവയെ ത്യജിക്കണം. അല്ലാതെ പുസ്തക പുഴുവായിട്ടും ഗ്രന്ഥം ചുമക്കുന്ന കഴുതയായിട്ടും മാറരുത്. ഉത്തമ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ ശാസ്ത്രപൂർണനാകില്ലെന്നും നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഇനി ഉത്തമ ഗ്രന്ഥങ്ങൾ നേടുകയാണ് പ്രധാനം. ഉത്തമ ഗ്രന്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപാസകൻ അന്വേഷണ നിരതനായിക്കൊണ്ടേയിരിക്കണം. അവ എത്തിയാലുടനെ സ്വസ്ഥമായി ഇരുന്ന് പഠിച്ച് തത്വം ഗ്രഹിക്കണം. തത്വം ഉറച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥം ഉപേക്ഷിച്ച് ഉപാസനയിൽ ആരൂഢനാകണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെ സൂചിപ്പിക്കുന്നു, പുസ്തക പുഴുവായിട്ടും ഗ്രന്ഥം ചുമക്കുന്ന ഒരു കഴുതയായിട്ടും മാറരുത്. ഉത്തമ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ ശാസ്ത്രം പൂർണ്ണമാകില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഇനി ഉത്തമ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ തേടി പിടിക്കണം. ഉത്തമ ഗ്രന്ഥങ്ങൾ ഉപാസകൻ അന്വേഷണത്തിന് നിരതകനാകണം. ആ ഉത്തമ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും മനസ്സിലാക്കി അത് നിരന്തരം ശ്രമിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന, ഇല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതുവരെ നമുക്ക് ആവശ്യമെങ്കിൽ താല്പര്യമുണ്ടായാൽ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുമ്പിൽ വന്നു പെട്ടോളും. അവ കയ്യിലെത്തിയാൽ ഉടനെ അന്വേഷണ ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് അർത്ഥം. അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് സ്വസ്ഥമായി ഇരുന്ന് പഠിച്ച് തത്വം ഗ്രഹിക്കുകയും വേണം. ആ ഗ്രന്ഥങ്ങൾ കിട്ടിയാൽ വെറുതെ തലേണയായിട്ട് വയ്ക്കുകയല്ല വേണ്ടത്, അത് പഠിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ഏകാഗ്രതയോടുകൂടി പഠിക്കണം, അത് ഗ്രഹിക്കണം. തത്വം ഉറച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥം ഉപേക്ഷിച്ച് അത് പ്രായോഗിക തലത്തിൽ ഉപാസനയിലേക്ക് ആരൂഢനാകണം. ഇന്ന് യോഗഗ്രന്ഥങ്ങൾ എന്ന പേരിൽ വിൽപ്പന ചരക്കുകളായിട്ട് അനേകായിരം ഗ്രന്ഥങ്ങൾ രംഗത്തുണ്ട്. അവയിൽ നിന്നും ഉത്തമ ഗ്രന്ഥങ്ങൾ കണ്ടെത്തുക കഷ്ടതരം തന്നെയാണ്. എന്നാൽ ഉപാസനയും അനുഭവജ്ഞാനവും ഇല്ലാത്ത പുസ്തകജ്ഞാനിയുടെ വിദ്വാൻമാർ രചിച്ച ഗ്രന്ഥങ്ങൾ ആണ് അധികവും. ചില യോഗികളുടെ കപട ഗ്രന്ഥങ്ങളും അക്കൂട്ടത്തിലുണ്ട്. നല്ലത് ചീത്തയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. സോഷ്യൽ മീഡിയ തന്നെ നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഗൂഗിൾ സെർച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് PDF വരെ അവൈലബിൾ ആണ്. ഒരു വായനശാല തന്നെ ഭാരതവർഷത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ ഗ്രന്ഥങ്ങളൊന്നും സൃഷ്ടിക്കരുതെന്ന് ആവശ്യമില്ലാന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പൂർവികന്മാർ ആവശ്യമുള്ളതൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ട് പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ അതാണ്. എന്നാൽ ഇതിനെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചും, അതായത് കപട ഗ്രന്ഥങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളതും നമ്മുടെ ധർമ്മമാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു അപകടം കൂടിയുണ്ട്. സന്യാസി ദീക്ഷയും യോഗദീക്ഷയും വ്യത്യസ്തങ്ങളാണ്. യോഗദീക്ഷ നൽകുന്ന ഉപദേശവും സന്യാസദീക്ഷ നൽകുന്ന ഉപദേശവും തുലാം ഭിന്നങ്ങളാണ്. പല മഠാധിപതികളും ഇന്ന് സന്യാസത്തെ ഒരു അവാർഡ് പോലെയോ ഇഷ്ടദാനം പോലെയോ നൽകി കാവ്യമുണ്ട് കൊടുക്കുന്നു. അവരുടെ മഠങ്ങളും ആശ്രമങ്ങളും അന്തചിത്രങ്ങളുടെയും റിസീവർ ഭരണത്തിൻ്റെയും മറ്റും പിടിയിൽ അമർന്ന് കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സന്യാസം എന്നത് ബ്രഹ്മചര്യവും ഗ്രാഹസ്ഥ്യവും മാനപ്രസ്ഥവും പൂർത്തിയാക്കി എത്തിച്ചേരുന്ന അവധൂത പീഠമാണ്. സാമ്പ്രദായിക ഗുരുവിൽ നിന്നും യോഗദീക്ഷ ലഭിക്കാത്ത ഒരു കാവ്യമുണ്ടുകാരനായിരിക്കുന്ന സന്യാസിക്ക് ഒരിക്കലും യോഗിയാകാൻ കഴിയില്ല എന്ന സത്യവും കൂടെ നാം അറിഞ്ഞിരിക്കണം. എന്നാൽ യഥാർത്ഥ ഗുരുവിൽ നിന്നും യോഗദീക്ഷ ലഭിച്ചിട്ടുള്ള ഒരു യോഗിക്ക് അയാളുടെ വളർച്ചയോടൊപ്പം സന്യാസവും ലഭിക്കുമെന്നതാണ്. പക്ഷേ യോഗമെന്നാൽ ഇന്ന് കായികാഭ്യാസം മാത്രമായിട്ട് തീർന്നിരിക്കുന്നു. മുനികുല പാരമ്പര്യ വിദ്യയായിരിക്കുന്ന ഹംസയോഗം ഗുരുവിൽ നിന്നും സ്വീകരിച്ച് അഭ്യസിച്ചവർ
അത്യന്തം ദുർലഭമായി കഴിഞ്ഞിരിക്കുന്നു. യോഗദീക്ഷ ലഭിക്കാത്തവരും സന്യാസദീക്ഷ അവാർഡ് പോലെ ലഭിച്ചവരും സ്വയം സ്വീകരിച്ചവരുമായിരിക്കുന്ന പലരും അതിപ്രസിദ്ധന്മാരായിരിക്കുന്ന ജഗൽഗുരുമാരായിട്ട് മാറിയിട്ടുമുണ്ട്. സന്യാസവും യോഗവും ഒന്നാണെന്ന ധാരണയാണ് ഇവരിൽ പലർക്കും ഉള്ളത്. കപടവേഷധാരികളായിരിക്കുന്ന ഒരു സന്യാസിയെ തന്നെയാണ് യോഗി എന്ന് സാധുജനങ്ങളും ധരിച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള പല സന്യാസിമാരും ജഗൽഗുരുക്കന്മാരും യോഗഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അബദ്ധ ജടിലങ്ങളായിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ഇറക്കി വിട്ടിട്ടുമുണ്ട്. എന്തിനധികം പറയുന്നു, യോഗവിദ്യയുടെ മൂലഗ്രന്ഥമായിരിക്കുന്ന പതഞ്ജലി യോഗശാസ്ത്ര സൂത്രങ്ങളും ഉത്തരഗീതയും ഈ കൂട്ടർ വ്യാഖ്യാനിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ തിരിച്ചറിയുന്നതിലും ഗുരുക്കന്മാരെ തിരിച്ചറിയുന്നതിലുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഇന്നത്തെ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ എവിടെ പോയാലും സന്യാസി മഠങ്ങളിൽ പോലും യഥാർത്ഥത്തിലുള്ള യോഗവര്യന്മാരെ അല്ലെങ്കിൽ ആത്മബോധത്തോടുകൂടി ആത്മാരാമന്മാരായിട്ടുള്ള സന്യാസിമാരെ പോലും കണ്ടുകിട്ടാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നർത്ഥം. 10ഓളം സന്യാസിമാരും സന്യാസി മഠങ്ങളിൽ ശങ്കര പാരമ്പര്യത്തിലുള്ള കേരളത്തിലുള്ള മഠത്തിൽ പോലും ഒരു സന്യാസി സമാധിയായി കഴിഞ്ഞപ്പോൾ അവിടെ ആരോ ഒരു ബ്രാഹ്മണൻ തന്നെ വന്ന് ചോദിച്ചത് എൻ്റെ അറിവിലുണ്ട്, ഇവിടെ സന്യാസത്തിന് വേക്കൻസി ഉണ്ടെന്ന് കേട്ടല്ലോ, സാധിക്കുമോ, എനിക്ക് കിട്ടുമോ? അത് ആ ചോദ്യത്തിൻ്റെ തന്നെ അർത്ഥം നോക്കിക്കോളൂ, മനസ്സിലാക്കിക്കോളൂ. നമ്മളൊരു ജോലിക്ക് പോയിട്ട് ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കണ പോലെയാ സന്യാസത്തിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. ശങ്കര പാരമ്പര്യത്തിലുള്ള ബ്രഹ്മസ്വം മഠം, കേരളത്തിലുള്ള ബ്രഹ്മസ്വം മഠത്തിൽ ഒരാൾ വന്ന്, ഒരു ബ്രാഹ്മണൻ വന്ന് ചോദിച്ചതാ. ആരാ എന്താണെന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അനുഭവം. അപ്പം ഒരു വേക്കൻസി ഫില്ലപ്പ് ചെയ്യാനോ മറ്റ് പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കരുത് സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 4 ആശ്രമവും 3 ആശ്രമവും ശരിക്ക് കടന്ന പക്വത വരുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇഷ്ടദാനം പോലെയോ ഇല്ലെങ്കിൽ ആവും കൊണ്ട് കൊടുക്കുന്ന മഠങ്ങളും ആശ്രമങ്ങളും അന്ധചിത്രങ്ങളുടെ റിസീവർ ഭരണത്തിൻ്റെയും മറ്റ് ട്രസ്റ്റിമാരുടെ മറ്റ് സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഠങ്ങളുമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മഠങ്ങൾ. ഒരു കാരണവശാലും ഒരു ക്ഷേത്രവും ഒരു സന്യാസി മഠവും ഒന്നും സംഘടനകൾ പുറത്തുനിന്നൊരു സംഘടനകൾ വന്നിട്ട് ഭരിക്കാൻ പാടില്ല അവിടെ. അല്ലെങ്കിൽ തന്നെ തൊട്ടതിനും പിടിച്ചെടുക്കാൻ രാഷ്ട്രീയ കലർപ്പുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടു നടക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പലരും റെക്കമെൻഡ് ചെയ്യുകയും സ്പോൺസർ ചെയ്യാൻ ചെയ്തിട്ട് ഞാനൊരു മഠം ഉണ്ടാക്കുന്നില്ല എന്ന് പറയും, ഒരു ക്ഷേത്രവും ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കാരണം ഇത്തരത്തിലുള്ള അന്ധചിത്രങ്ങൾക്കൊക്കെ നമ്മളും കൂടെ ബന്ധപ്പെടേണ്ട, അറിയാതെ കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി വന്ന് നമ്മളും ബന്ധനത്തിലാവും. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതിരിക്കണമെന്നും ഇത് കൂടി പറയുന്നു. അപ്പം ഇത്തരത്തുകാർ പല ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റബിൾ പലതിൽ. ഇപ്പോൾ ഉത്തരഗീതയിൽ തന്നെ ഇദ്ദേഹം തന്നെ, ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്നുണ്ട്, ഉത്തരഗീതയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, അതിലൊന്നും പോയി പെടരുത് എന്നുകൂടി ഇതിൽ നിന്നൊരു സൂചന നൽകുന്നു. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 ആശ്രമവും കടക്കണം. അതായത് പക്വത വരാതെ ഒരിക്കലും ആ പഴുത്ത പഴം താഴേക്ക് വീഴുന്നു എന്നാണ് ശങ്കരാചാര്യ പോലും പറഞ്ഞത്. ആ ഒരു പക്വതയാണ് സന്യാസത്തിലും ഉണ്ടായിരിക്കുക. അപ്പം 3 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യാശ്രമവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥാശ്രമത്തിലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സാക്ഷാത്കാരം സ്ഥാപിച്ച സന്യാസത്തിലേക്ക് യോഗ്യതയിലേക്ക് എത്തണം. അപ്പോഴേ സന്യാസം സ്വീകരിക്കുന്നു. അത് ആവശ്യമെങ്കിൽ ആ സമയത്ത് തന്നെ വന്ന് ഭവിക്കും. അതാണ്, പ്രകൃതിയാണല്ലോ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ സന്യാസിയാകാം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 ആശ്രമവും നമുക്ക് കടക്കാൻ സാധിക്കും. നമ്മളൊരു വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കാനാണ് ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമി ആയിക്കൊണ്ട് തന്നെ ഇപ്പം സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീടുകളിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എനിക്ക് സ്വതന്ത്രമായിട്ട് വീടുകളിൽ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ സന്യാസ ദീക്ഷ എടുത്താൽ അത് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഗൃഹസ്ഥനായി ഇരുന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശം. അപ്പം അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങളാണ് നമ്മൾ ജ്ഞാനത്തെ വിജ്ഞാനമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊന്നും പോയിട്ട്
ഈ സംഘദോഷവും സമ്പർക്ക ദോഷവും ഒക്കെ ഉണ്ടാകും ഇവരൊക്കെ ആയിട്ട് കൂടുതൽ അടുക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവും നമുക്കുണ്ട്. നമ്മൾ ഉപാസന ശരിക്കും സത്യസന്ധമാണ്, നേരമായ മാർഗത്തിലാണെങ്കിൽ നമ്മളെ നയിക്കുന്നതും ഭഗവാനായിരിക്കും. ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഇതുവരെ പല അനുഭവങ്ങളിലും പലരെയും കണ്ടു. സന്യാസി മഠങ്ങളിലും ഞാൻ പോയിട്ട് പല യജ്ഞങ്ങളും അവരോടൊപ്പം ചെയ്തിട്ട്, ശങ്കര പാരമ്പര്യത്തിലുള്ള ആശ്രമങ്ങളിൽ വരെ പോയിട്ട് അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സന്യാസത്തിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടും ഞാൻ ഇതേവരെ സന്യാസത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഈ പറയുന്ന നമ്മൾ അവിടുത്തെ കെട്ടുപാടുകളിലൊക്കെ പോയിപ്പെടും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് മരുഭൂമിയുടെ ഒറ്റയ്ക്കാ സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചോളണം, ബന്ധുക്കളെ വരെ വിശ്വസിക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ യോഗദീക്ഷ ലഭിക്കാത്തവരും സന്യാസദീക്ഷ അവാർഡ് പോലെ ലഭിച്ചവരും സ്വയം സ്വീകരിച്ചവരുമായിരിക്കുന്ന പലരും അതിപ്രസിദ്ധന്മാരും ജഗൽഗുരുന്മാരായിട്ട് മാറിയിട്ടുണ്ട്. സന്യാസവും യോഗവും ഒന്നാണെന്ന ധാരണയിൽ ആണ് പലർക്കുമുള്ളത്. ഇത്തരത്തിൽ കപടവേഷധാരികളായിരിക്കുന്ന സന്യാസിയെ തന്നെയാണ് യോഗി എന്ന് സാധുജനങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള പല സന്യാസിമാരും ജഗൽഗുരുക്കന്മാരെയും യോഗഗ്രന്ഥങ്ങളെന്ന പേരിൽ അബദ്ധജടിലങ്ങളായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളും ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഇത്രയധികം എന്തിനു പറയുന്നു? യോഗവിദ്യയുടെ മൂലഗ്രന്ഥമായിരിക്കുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ പോലും അഥവാ ഉത്തരഗീതയെ പോലും ഇക്കൂട്ടർ വ്യാഖ്യാനിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോഗദീക്ഷ ലഭിക്കാത്തതിനാൽ യോഗവിദ്യയുടെ പൊരുളറിയാതെ അത്തരത്തിലുള്ള ജഗൽഗുരുക്കന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനിച്ചുള്ള യോഗസൂത്രത്തിലും ഉത്തരഗീതയിലും മറ്റ് യോഗ രഹസ്യങ്ങൾ പറയുന്ന എല്ലാ ഇടങ്ങളിലും യോഗവിരുദ്ധമായിട്ടുള്ള ഭാഷ്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അഥവാ ഇതിനെയൊക്കെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്യാനും ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള അനേകം സാധുജനങ്ങൾ ഇവരുടെ ചതിയിൽ കുടുങ്ങി ഇവരാണ് ശരി എന്ന് ധരിച്ച് വലയുന്നവരുമുണ്ട്. ഇതെല്ലാം അവരുടെ വിധി എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ കഴിയും? ഉപാസകൻ യോഗസൂത്രം, ഉത്തരഗീത, ശിവജ്ഞാന ദീപിക, ശിവയോഗ പ്രദീപിക, ഹംസയോഗ ചന്ദ്രിക, ഗോപികാവിദ്യ, ലോകക്ഷേമ പ്രകാശിക, സദാനന്ദ സൂത്രം തുടങ്ങിയ ഉത്തമ ഗ്രന്ഥങ്ങളും അവയ്ക്ക് ഹംസയോഗികൾ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും തേടിപ്പിടിച്ച് സ്വാധ്യായം ചെയ്ത അഭ്യാസത്തിൽ ആരൂഢനാകണം. ഇതിന് ഈ വ്യാഖ്യാതാവ് തന്നെ രചിച്ചിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇദ്ദേഹം വളരെയധികം ഗഹനമായിട്ട് പലരുടെ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് ഈ ഉത്തരഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ സ്വയം ഒരു യോഗാരൂഢനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ വകതിരിവോടുകൂടി ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും എഴുതാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥങ്ങൾ, യോഗസൂത്രമുണ്ട്, ഉത്തരഗീതയുടെ തന്നെ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശിവജ്ഞാന ദീപികയുണ്ട്, ശിവയോഗ പ്രദീപികയുണ്ട്, ഹംസയോഗ ചന്ദ്രികയുണ്ട്, ഗോപികാവിദ്യ, ലോകക്ഷേമ പ്രകാശിക, സദാനന്ദ സൂത്രം തുടങ്ങിയ ഉത്തമ ഗ്രന്ഥങ്ങളും അവയ്ക്ക് ഹംസയോഗികൾ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും യഥാർത്ഥ ഗ്രന്ഥം ഒറിജിനൽ തന്നെ തേടിപ്പിടിച്ച് സ്വാധ്യായം ചെയ്ത് അഭ്യസിച്ച് ആരൂഢനാകാൻ ശ്രമിക്കണം എന്നുകൂടി ഒരു മാർഗദർശനം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി 20ാമത്തെ ശ്ലോകം. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ കണ്ടെത്തുന്നതിലും ഇല്ലെങ്കിൽ ഓടിച്ചാടിപ്പോയിട്ട് ആരെങ്കിലും ദീക്ഷ നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ദീക്ഷ എടുക്കുന്നതും തദ്വിധി ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഗുരുവിനെ തേടുമ്പോഴും ഭഗവാൻ ഗീതയിൽ 4ാം അധ്യായത്തിൽ ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. തദ്വിധി പ്രണിപാദാന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിത്വാ തത്വദർശിന. യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ ഇതൊക്കെ സിദ്ധിയിലേക്ക് എത്താൻ സാധിക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനെ ശരണം പ്രാപിച്ചാൽ. ലളിതമായ ഭക്തിമാർഗത്തിലൂടെ നമുക്ക് യഥാർത്ഥ യോഗിയായിട്ട് മാറാൻ സാധിക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ ഗീതയിൽ തന്നെ 3-4 മാർഗം ഭക്തിയോഗത്തിലും പറയുന്നുണ്ട്. ഈ പറയുന്ന 4ാം അധ്യായത്തിലും ഭഗവാൻ അവതാരത്വം പറയുമ്പോൾ നമുക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. ഇതൊന്നും സാധിക്കില്ല, സ്വയം പ്രാപ്തമല്ല എന്ന് തോന്നിയാൽ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് സംശയ നിവാരണം നടത്തി അവരിൽ നിന്ന് ജ്ഞാനം നേടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥ ജ്ഞാനം നേടിയിട്ട് വേണം പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ. അപ്പം ഈ ജ്ഞാനം നേടൽ
അത് വഴി പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഒരു വിശദീകരണം വ്യാഖ്യാതാവ് തന്നെ ഈ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് കുറേയൊക്കെ എനിക്ക് അനുഭവമുണ്ട്. നേരിട്ട് ഈ അനുഭവിച്ച്, അല്ലെങ്കിൽ യഥാർത്ഥ മാർഗം എന്താണ്, ഏത് വഴിക്കാണ് ഞാൻ പോകേണ്ടതെന്നൊക്കെ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പം ഇദ്ദേഹവും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥ ആ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ തേടണം. തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വേണം ശാസ്ത്ര പഠനം നടത്താൻ നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് അത് പ്രത്യേകം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അഭ്യാസം പോലും, ഈ പറയുന്ന മാർഗം പോലും യഥാർത്ഥത്തിൽ ആരൂഢ സ്ഥിതിയിലേക്ക്, ഇല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കൂ എന്നറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പകുതി വഴിയിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയോ, ഇല്ലെങ്കിൽ യഥാർത്ഥ വഴിക്ക് എത്താതെ ഇരിക്കുകയും ചെയ്യും. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സങ്ങൾ നമ്മൾ തന്നെയായി മാറുകയും ചെയ്യുന്ന അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ എന്ന് പറയണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം എന്നർത്ഥം. അതിന് ഈശ്വരനെ ശരണം പ്രാപിച്ചാൽ മതി. യഥാർത്ഥ വേണ്ടത് എന്താണെന്നും നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഗ്രന്ഥകാരനെയോ തത്വദർശികളെയൊക്കെ ഭഗവാനെ അങ്ങോട്ട് അനന്യമായിട്ട് ശരണം പ്രാപിച്ചാൽ അതൊക്കെ നമുക്ക് വഴിയെ ഒരു ചോട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വെക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ മതി. നിങ്ങളെ എത്തിക്കുന്ന കാര്യം ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത ശാന്തി നികച്ചതി യോഗക്ഷേമം മഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ അനുഭവത്തിന് എനിക്കതാണ്. യോഗ പഠിക്കണം തോന്നി, ഗുരു എന്നെ സമീപിച്ച് 22 ദിവസം കൊണ്ട് യോഗ പഠിപ്പിച്ചു. നമ്മൾ ഏത് ഗ്രന്ഥത്തെ പറ്റി അന്വേഷിക്കുന്നോ ആ ഗ്രന്ഥം എനിക്ക് ഗിഫ്റ്റായിട്ട് വേദിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥം മറ്റൊരാൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവമാണ്. നമ്മൾ ഭഗവാനോട് അടുക്കാൻ യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ട് നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അദൃശ്യമായിരിക്കുന്ന ഭഗവാൻ തന്നെ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്നും വ്യാകുലപ്പെടേണ്ട. ഇനി എവിടെയെങ്കിലും നമുക്ക് സംശയം ഉണ്ടായാലോ, ഇതാണോ ശരി, ഇതാണോ ശരി, ഇല്ലേ മറ്റേ ആൾ പറഞ്ഞ് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ അത് അനുഭവത്തിലൂടെ ക്ലിയർ ചെയ്ത് തരും. ഇതല്ല ശരിയായ മാർഗം, ഇല്ലെങ്കിൽ ഇവരുടെ പിന്നാലെ അല്ല നീ പോകേണ്ടത്. അതിനെന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടാക്കും തന്നെ. അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ആ വഴിക്ക് പോകില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ലക്ഷ്യം തീരുമാനിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ തന്നെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുക. കുറച്ചു കാലം ഗുരുവായൂരപ്പൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്നുണ്ട്, പിന്നെ ഗുരുവായൂരപ്പൻ നമ്മുടെ പിന്നാലെ വരും. നമ്മളെ യഥാർത്ഥ പാതയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എവിടെയെങ്കിലും വഴി തെറ്റുന്നു എന്ന് അറിഞ്ഞാൽ അപ്പം നമ്മളെ നയിക്കാൻ സാരഥിയായിട്ട് തന്നെ ബുദ്ധിസ്ഥാനത്ത് ഭഗവാൻ ഉണ്ടാവും. ഇതൊക്കെ ഉറപ്പിച്ച് അനുഭവിച്ചറിയണം. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആ അനുഭവജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം പരമമായിരിക്കണം. പിന്നെ അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന ഈ ക്ലേശങ്ങളും ഗതിവിഗതികളൊക്കെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊന്നും തളരരുത്. നമ്മളെ പലരും പല രീതിയിൽ വഴിതെറ്റിക്കാനൊക്കെ ഉണ്ടാവും, ഇല്ലേ നമ്മളെ കൺഫ്യൂഷനാക്കാനുണ്ടാവും. ഇപ്പം ഇന്നലത്തെ ഒരു ബ്രാഹ്മണൻ തന്നെ പറയുന്നത് കേട്ടാൽ പലർക്കും പേടിയാവും ജപിക്കാൻ തന്നെ, വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമമൊക്കെ. അതുകൊണ്ടാണ് ക്ലേശം ഉണ്ടാകുന്നതെന്ന് ഒരു ജ്യോത്സ്യൻ തന്നെ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അറിയേണ്ട. ഗീതയൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും മാറും. തന്നെ ശരിക്കും അറിയേണ്ടത് അറിഞ്ഞാൽ മതി. ഇപ്പം ഈ ജ്യോതിഷന്മാർക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഗീത ജ്യോതിഷത്തിൽ ഉപയോഗിക്കാൻ മേലെന്നാ പലരും ധരിച്ചു വെച്ചേക്കണം. അത് പഠിച്ചു നോക്കിയാലേ അറിയുള്ളൂ. 16ഉം 17ഉം അധ്യായം പഠിച്ചാൽ മതി എങ്ങനെയാണ് ജ്യോതിഷത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഞാൻ ജ്യോതിഷം പഠിച്ച ആളല്ല, പക്ഷേ ഇവിടെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. പിന്നെ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഉൽക്കാഹസ്ഥോ യഥാകാലം ദ്രവ്യമാലോക്യ താം തെജയൽ ജ്ഞാനേന ജ്ഞേയമാലോക്യ ജ്ഞാനം പശ്ചാൽ പരിത്യജൽ. രാത്രിയിൽ കളഞ്ഞുപോയ ഒരു വസ്തുവിനെ കണ്ടെത്തുവാൻ വെളിച്ചം ആവശ്യമാണ്. കയ്യിൽ വിളക്കും പിടിച്ചുകൊണ്ട് ആ വസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് കണ്ടെത്തി എടുത്താൽ പിന്നെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ വിളക്ക് ഉപേക്ഷിക്കാം. അതുപോലെ ജ്ഞേയവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയുവാൻ ജ്ഞാനം ആവശ്യമാണ്. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയും ഇല്ലത്രേ. അതിനെയും ഉപേക്ഷിക്കണം. പിന്നെ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഗ്രന്ഥപാരായണാദികൾ ചെയ്യേണ്ടതായിട്ടും ആവശ്യകതയില്ല. ഭഗവാനാ പറയണത് ഇതേ. അപ്പോൾ ജീവിതകാലം മുഴുവൻ പുസ്തകപ്പുഴുവായിട്ട് ഇരിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ഏത് ഗ്രന്ഥം, ഭാഗവതമായാലും ഗീതയായാലും, അത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ഈ ഈ ഗ്രന്ഥത്തിൻ്റെ ഇന്ന് ആവശ്യകതയില്ല. ജ്ഞാനത്തെ പോലും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ജ്ഞാനം, അതാണ് ഈ സഹകാരികാരനെക്കളും കൊണ്ട് ക്ലേശങ്ങളും അതിനെയൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക എന്ന്. ആ ഘട്ടം 5 ഘട്ടം കിടക്കുക എന്ന് പറയുന്നതിൽ ഒന്ന് പരമമായ ലക്ഷ്യം തീരുമാനിക്കുക, അതിനുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുക. അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങളെ ഓവർകം ചെയ്യണം. നല്ലതുണ്ടായാലും ചീത്തയുണ്ടായാലും സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും ഒക്കെ അതിനെ ഓവർകം ചെയ്യണം. സുഖദുഃഖങ്ങളിൽ കുടുങ്ങരുത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് കഴിയുമ്പോഴേ യഥാർത്ഥ അനുഭവജ്ഞാനം, പരമമായ ജ്ഞാനം ലഭിക്കുക. ആ ജ്ഞാനവും കൂടെ എപ്രകാരം ഉപയോഗിക്കുന്നു, അതിനെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ട ഘട്ടം വരും. അപ്പോഴാണ് ഭഗവാൻ നമുക്ക് കൃപയോടെ മോക്ഷത്തിലേക്ക് എത്തിക്കുക. അതാണ് ജീവൻ മുക്തഭാവം. അപ്പം ആ കൃപ എപ്പോൾ ലഭിക്കുന്നോ അപ്പോൾ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ഈ ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനിലേക്കുള്ള അറിവ്, വിശേഷ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയത്. ഒരു വിഗ്രഹം തന്നെ വയ്ക്കുന്നതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശേഷാൽ ഗ്രഹ്യതേ ഇത് വിശേഷ. വിശേഷമായിട്ട് എന്തിനെ പറ്റി ഗ്രഹിക്കണോ അതിനാണ് വിഗ്രഹം. ആ വിശേഷജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിൻ്റെ ആവശ്യകത എന്താ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തിനെ പറ്റി അറിയണോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായി തീരുക. പിന്നെ ബ്രഹ്മജ്ഞാനിയായി മാറിയായിരിക്കുന്ന ആൾക്ക് പിന്നെ ബ്രഹ്മം എന്താണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യകതയില്ലല്ലോ. അവൻ സ്വയം ബ്രഹ്മമായി ഭവിക്കും. കൃഷ്ണനെ തന്നെ ഭജിച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്കു വേണ്ടു. അപ്പം അതുകൊണ്ട് അത് ആ ഒരു ഭാവത്തിലേക്ക്, ഈശ്വര ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥപാരായണത്തിൻ്റെയും ഈ അഭ്യാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം. അത് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് എത്തേണ്ട മാർഗം ശരിക്കുള്ള ജ്ഞാനം വേണം. ആ ശാസ്ത്ര പഠനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ എത്തിച്ച ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയില്ല. പിന്നെ ഈശ്വരനും മനുഷ്യനും ഒന്നായി തീർന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീർന്നാൽ പിന്നെ ഈ ഗ്രന്ഥങ്ങളുടെയോ ഇല്ല ഈ ജ്ഞാനത്തെയോ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഗ്രന്ഥപാരായണാദികൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോൾ? ഇപ്പോൾ ഉപേക്ഷിക്കാനല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഉത്തരഗീത അങ്ങോട്ട് ഒരു പ്രാവശ്യം പഠിച്ചു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്. നമുക്ക് അതിനെ അനുസരിച്ച് പക്വത വന്നാൽ ആ യോഗ്യതയിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ആ ജ്ഞാനത്തെ പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കണം, അനുസരിക്കണം, അതനുസരിച്ച് പ്രായോഗിക തലത്തിൽ ചെയ്യണം എന്ന് വരെ ആ സാക്ഷാത്കാരത്തിന് യോഗ്യതയാകുന്നില്ലയോ അന്ന് വരെ ഇതൊക്കെ വേണം. ഇത് സാധ്യായനം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. അത് നിത്യവും ചെയ്യണം. അപ്പോഴേ അതിൽ ഉറക്കൂ. അപ്പം അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിൽ പക്വത വന്നാൽ മാത്രമാണ് ഇതൊക്കെ ഉപേക്ഷിക്കുക. അത് പക്വത തന്നെ വരും. ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നോ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. ആ കൃപ കിട്ടുന്നത് വരെ ഈ പറയുന്ന യോഗമാർഗമായാലും ജ്ഞാനമാർഗമായാലും ഭക്തിമാർഗമായാലും നമ്മൾ അതിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അത് കൃപ ലഭിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒക്കെ നിസ്സാരമായി തീരും. ഈശ്വരിലേക്ക് ലയിച്ച് ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 20ാമത്തെ ശ്ലോകവും അവസാനിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഈ 5 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാപ്തേ ജ്ഞാനേന വിജ്ഞാന ജ്ഞേയജ ഹൃദി സംസ്ഥിതേ ലബ്ധശാന്തിം പദേ ദേഹേ ന യോഗോ നൈവധാരണ യോ വേദൗ സ്വരപ്രോക്ത വേദാന്തേജ പ്രതിഷ്ഠിത തസ്യ പ്രകൃതിലീനസ്യ യ പര സ മഹേശ്വരഃ നാവാർത്തിം ദു ഭവേൽ താവൽ യാവൽ പാരം ന ഗച്ഛതി ഉത്തീർണേച സരിൽ പാരേ നാവായ കിം പ്രയോജനം ഗ്രന്ഥം അഭ്യസമേതാപി ജ്ഞാന വിജ്ഞാനതൽപര ഫലാലമിവിധാനാർത്ഥി തെജേൽ ഗ്രന്ഥമശേഷത ഉൽക്കാഹസ്ഥോ യഥാകാലം ദ്രവ്യമാലോക്യ താം തെജേൽ ജ്ഞാനേന ജ്ഞേയമാലോക്യ ജ്ഞാനം പശ്ചാൽ പരിത്യജേൽ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട മാർഗങ്ങളും ഏതേത് ഘട്ടത്തിലാണ് ഇതിനെയൊക്കെ ത്യജിച്ചാൽ മാത്രമേ, നമ്മൾ എത്ര കാലം കർമ്മങ്ങൾ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാകുന്ന കർമ്മവാസനയുണ്ടാകും.
ആ വാസനാബലം ഇല്ലാതെ നിഷ്കള ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ, ഈശ്വരനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈശ്വരനും ജീവനും ജീവാത്മാ പരമാത്മാ ഐക്യം ഉണ്ടാകുന്നത് വരെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യത്നിക്കേണ്ടതില്ലേ, ക്ലേശങ്ങൾ സഹിക്കേണ്ടതായിട്ടുള്ളൂ. എപ്പോഴാണ് പരമമായ ജ്ഞാനം ലഭിച്ച് അത് പ്രായോഗിക തലത്തിൽ അനുഭവിച്ചറിയുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് അനുഭവിച്ചറിയുന്ന അവസ്ഥയിൽ ആ പരമാനന്ദ ജീവൻ മുക്തഭാവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ഭഗവാന്റെ കൃപ ലഭിച്ചാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പരിത്യജയിൽ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മഹാജുഹ എന്ന് ഗീതാവചനം ആണ് ഇവിടെ നമുക്ക് സാക്ഷാത്കാരത്തിന് ആയിട്ട് എടുക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാകോ ബ്രാഹ്മണേഭ്യ ശുഭോത്തൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.